ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തട്ടുകട സ്പെഷ്യലാണ്. നമ്മുടെ ഗ്രീൻ പീസ് മുട്ടയിലിട്ട് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ള വീഡിയോ കാണാം. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നമുക്ക് അര കപ്പോളം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അതായത് ഗ്രീൻ പീസ് ഞാൻ പുതിർത്തി വെച്ചതാണ്. നമ്മളൊരു 4 മണിക്കൂറെങ്കിലും അത് പുതിർത്തി വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് 2 വിസിലിൽ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് അധികം വെന്ത് പോവരുത്. അപ്പോൾ ഇത് 2 വിസിലിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് നല്ല കറക്റ്റ് വേവ് കിട്ടിയിട്ടുണ്ട്. അധികം വെന്തടിയണ്ട, അപ്പോൾ ടേസ്റ്റ് കുറയും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ പാനിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ തയ്യാറാക്കിയാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞതും ഒരു 4 പച്ചമുളക് വട്ടത്തിൽ വളരെ ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സവാള നല്ലോണം വയന്ന് കിട്ടരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ സവാള വയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സവാള അധികം വാടിപ്പോവാൻ പാടില്ല. കാരണം ഇത് തിന്നുമ്പം കടിക്കാൻ കിട്ടുന്നതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുക. നിങ്ങൾ തട്ടുകടയിലെല്ലാം പോയി കഴിച്ചവർക്ക് ഇത് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് കഴിച്ചവർക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയായിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു സവാള അധികം സോഫ്റ്റാക്കി എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത് കൊണ്ട് മുന്നേ നമ്മൾ അധികം സവാള ഇട്ട് വഴറ്റരുത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നല്ലോണം അങ്ങ് വെന്ത് പോവും. ഇനി ഇതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്താൽ അതിൽ 4 മുട്ട വേണം. കാരണം മുട്ടയാണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ 4 മുട്ട ഞാനിതിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി മുട്ട നല്ലോണം ചിക്കിയെടുക്കുക. നല്ലോണം തന്നെ ചിക്കിയെടുക്കണം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഗ്രീൻ പീസിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഈ ഒരു സമയത്ത്. എന്നാൽ മാത്രമേ നമുക്ക് മുട്ട നല്ലോണം പെട്ടെന്ന് ചിക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ തീ ഒന്ന് ഹൈയിലിട്ടതിന് ശേഷം നമുക്ക് ഈ മുട്ട നല്ലോണം ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം മുട്ട ചിക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നല്ലോണം ചിക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പുഴുങ്ങിയ ഗ്രീൻ പീസ് വെള്ളം വാർത്തി എടുത്തതാണ് ഞാനിത്. അപ്പോൾ ഇത് ഞാൻ മുട്ടയിലേക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് ഡയറ്റെല്ലാം ചെയ്യുന്നവർക്ക് കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, ഈസിയുമാണ് ഉണ്ടാക്കാൻ. ഇതിലേക്ക് ഞാൻ 1/2 ചെറുനാരങ്ങ കൂടിയും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടി പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം വിശക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടി സവാള അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം ഒരു തക്കാളിയും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തിന്നാൻ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടൂ. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. Thanks for watching.